ഉത്തർപ്രദേശിലെ വാരാണസിയിൽ പുണ്യനദിയായ ഗംഗയുടെ പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കേട്ടിട്ടുണ്ടോ? ഭാരതത്തിലെ ഏറ്റവും പവിത്രമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ദ്വാദശി ജ്യോതിർലിംഗങ്ങളിൽ അഥവാ 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ശിവപുരാണമനുസരിച്ച് ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് തങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്നതിനെക്കുറിച്ചൊരു തർക്കമുണ്ടായി. ഇവരുടെ തർക്കം മൂർച്ഛിച്ചപ്പോൾ പരമശിവൻ അവർക്കു മുൻപിൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അനന്തമായ ഒരു പ്രകാശസ്തംഭമായി അഥവാ ജ്യോതിർലിംഗമായി പ്രത്യക്ഷപ്പെട്ടു. ഈ സ്തംഭത്തിൻ്റെ ആദിയും അന്തവും കണ്ടെത്തുന്ന ആളാണ് ശ്രേഷ്ഠനെന്ന് ശിവൻ അരുളി ചെയ്തു. വിഷ്ണു വരാഹരൂപമെടുത്ത് ഭൂമിയുടെ അടിത്തട്ടിലേക്കും ബ്രഹ്മാവ് ഹംസരൂപത്തിൽ ആകാശത്തിലേക്കും അതിൻ്റെ അഗ്രം തേടി യാത്രയായി. എന്നാൽ എത്ര സഞ്ചരിച്ചിട്ടും ഇരുവർക്കും അതിൻ്റെ അന്ത്യം കാണാനായില്ല. വിഷ്ണു തൻ്റെ പരാജയം സമ്മതിച്ചപ്പോൾ ബ്രഹ്മാവ് കള്ളം പറയുകയാണ് ഉണ്ടായത്. ഈ പ്രപഞ്ച സത്യം വെളിപ്പെട്ട ആ പുണ്യഭൂമിയാണ് കാശി എന്നും പ്രകാശസ്തംഭത്തിൽ നിന്നും ആദ്യ കിരണം ഭൂമിയിൽ സ്പർശിച്ച ഇടത്താണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഉണ്ടായതുമെന്നാണ് ഐതിഹ്യം. കാശിയുടെ ചരിത്രം അനേകം തകർച്ചയുടെയും പുനർനിർമ്മിതികളുടെയും കഥയാണ്. 9-ാം നൂറ്റാണ്ടിൽ ആദിശങ്കരാചാര്യർ ഈ ക്ഷേത്രം സന്ദർശിക്കുകയും വിശ്വനാഥാഷ്ടകം രചിക്കുകയും ചെയ്തു. എന്നാൽ മധ്യകാലഘട്ടത്തിൽ വിദേശ ആക്രമണകാരികളായ മുഹമ്മദ് ഘോറി, സിക്കന്ദർ ലോധി എന്നിവരാൽ ഈ ക്ഷേത്രം പലതവണ തകർക്കപ്പെട്ടു. പിന്നീട് അക്ബറുടെ മന്ത്രിയായിരുന്ന രാജതോഡർമാൻ ഇത് പുനർനിർമ്മിച്ചെങ്കിലും 1669-ൽ ഔറംഗസീബ് വീണ്ടും ക്ഷേത്രം തകർക്കുകയും അവിടെ ജ്ഞാനബാബി മസ്ജിദ് പണിയുകയും ചെയ്തു. ആക്രമണ സമയത്ത് ശിവലിംഗം രക്ഷിക്കാനായി അവിടുത്തെ മുഖ്യ പൂജാരി വിഗ്രഹവുമായി അടുത്തുള്ള ജ്ഞാനവാബി അഥവാ അറിവിൻ്റെ കിണർ എന്ന അകത്തേക്ക് എടുത്തു ചാടി എന്നാണ് ചരിത്രം. ഇന്നും ഈ കിണർ ഭക്തർക്ക് പവിത്രമാണ്. ഇന്ന് നമ്മൾ കാണുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം 1780-ൽ ഇൻഡോറിലെ മറാഠ രാജ്ഞിയായിരുന്ന അഹല്യ ബൈ മൽഹോക്കർ പണികഴിപ്പിച്ചതാണ്. പിന്നീട് 1835-ൽ പഞ്ചാബിലെ മഹാരാജാവായിരുന്ന രഞ്ജിത് സിംഗ് ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങൾ പൊതിയാനായി 1000 കിലോ ഗോൾഡ് സംഭാവനയായി നൽകി. അങ്ങനെ ഇതിന് ഗോൾഡൻ ടെമ്പിൾ എന്നും പേരു ലഭിച്ചു. കാശി പരമശിവന്റെ ത്രിശൂലത്തിൽ മേലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. ഇവിടെ വെച്ച് മരണമടയുന്ന ഏതൊരു ജീവിക്കും ശിവൻ കാതിൽ താരകമന്ത്രം ഓതിക്കൊടുക്കും എന്നും അതിലൂടെ പുനർജന്മമില്ലാത്ത മോക്ഷം ലഭിക്കുമെന്നും കോടിക്കണക്കിന് ഭക്തർ വിശ്വസിക്കുന്നു. ഓം നമഃ ശിവായ.